ഹലോ, ഇന്നൊരു പർച്ചേസിങ് വ്ളോഗാണേ. നമ്മൾ ചെറിയ രീതിയിൽ ഈ ക്ലോത്ത്സിൻ്റെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മളിപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങിനായിട്ട് മക്കളെ സ്കൂളിലാക്കിയിട്ട് നേരെ ബ്രോഡ്വേയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് കുറച്ച് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനാണ്. അത് ബ്രോഡ്വേയിൽ മേത്തർ ബസാറിലുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ. എല്ലാത്തരം ഐറ്റംസും ജ്വല്ലറി മേക്കിങ്ങിൻ്റെത് ഇവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും അവൈലബിൾ ആണ്. നമ്മുടെ മിനിമം ക്വാണ്ടിറ്റിയോ മിനിമം പർച്ചേസിങ്ങോ ഒന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് റീറ്റെയിലായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനാണ്. ഇത് ഓൾറെഡി ഹോൾസെയിൽ ഷോപ്പാണ്. നമ്മൾ ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ക്ലോത്ത്സ് പർച്ചേസ് ചെയ്യുന്ന നമ്മുടെ ഷോപ്പിലേക്കാണ് പോയത്. ഞാൻ ഇവിടുന്ന് എല്ലാ വിധത്തിലുള്ള കോട്ട് സെറ്റ് ആയാലും 3 പീസ് സെറ്റ് ആയാലും കുർത്തീസ് ആണെങ്കിലും എല്ലാം ഞാൻ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ നല്ലതാണ്. പിന്നെ ഇവിടെ അങ്ങനെ വലിയ എമൗണ്ടിൻ്റെ മിനിമം പർച്ചേസിങ് ഇല്ല. നമുക്കൊരു ബാക്കിയുള്ള ഹോൾസെയിൽ ഷോപ്പിനെ അപേക്ഷിച്ച് ഇവിടുത്തെ മിനിമം പർച്ചേസിൻ്റെ റേറ്റ് ആണെങ്കിലും ക്വാണ്ടിറ്റി ആണെങ്കിലും വളരെ കുറവാണ്. അതാണ് ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്ത സമയത്ത് ഞാൻ ഇത് ചൂസ് ചെയ്യാൻ കാരണം നമ്മൾ ചെറിയ രീതിയിലൊക്കെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഷോപ്പ് വലിയ ഉപകാരമാണ്. നമ്മൾ അവിടെ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ അങ്ങനെ അത്യാവശ്യമുള്ളതൊക്കെ പർച്ചേസ് ചെയ്ത് തിരിച്ച് കണ്ടെയ്നർ റോഡ് എടുത്തിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയത് ഹൈവേ വഴിയാണ്, തിരിച്ച് കണ്ടെയ്നർ റോഡിൽ കൂടെ.